ഇത് തെഷ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആൻഡ്രോയിഡ് കാർ ഹെഡ് യൂണിറ്റാണ്. ഇത് ഞാൻ ആമസോണിൽ കണ്ട് അതിൻ്റെ സെല്ലറുടെ നിന്ന് ഡയറക്റ്റ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ ഒരു വാറണ്ടി കാർഡൊക്കെ വരുന്നുണ്ട്. നല്ല നീറ്റ്ലി പാക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ അവർ കൊറിയർ ചെയ്തു തന്നു ഡയറക്റ്റ്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് ആൻഡ്രോയിഡ് വേർഷൻ 12 വരുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ തന്നെ. പിന്നെ ചില ബ്രാൻഡഡ് ഞാൻ ബ്ലോപ്പങ്കും അതുപോലെ തന്നെ വേറെ 1-2 ബ്രാൻഡൊക്കെ ഞാൻ നോക്കിയായിരുന്നു. മൈ ടി വി എസ്, നിപ്പോണൊക്കെ, അതൊക്കെ ആൻഡ്രോയിഡ് 10ഉം 11ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ലാസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഈ ഒരു ബ്രാൻഡിലെത്തിയത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി ഇതിൻ്റെ സെല്ലറെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം ജെന്യൂൻ ആണെന്ന് തോന്നി. അങ്ങനെ ഡയറക്റ്റ് വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ ഒരു 5000-6000 രൂപയോളം ലാഭം കിട്ടിയിട്ടുണ്ട്. ഇത് T5 പ്രോസസ്സറാണ്. അതുപോലെ തന്നെ ഇത് 4GB റാമാണ്. ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി റോം 32GB ആണ്. ഇതിൽ 360 ക്യാമറ സപ്പോർട്ടിംഗ് ഉണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് DVR സപ്പോർട്ടിംഗ് ഉണ്ട്. അതുപോലെ തന്നെ റിയർ AHD സപ്പോർട്ടിംഗ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ CPU സെറ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെരിഫൈ ചെയ്തതാണ്. ട്രൂ ടു സ്പെസിഫിക്കേഷൻ തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. ഇത് 8 കോർ പ്രോസസ്സർ വരുന്ന T5 ആണ് ഇതിൻ്റെ പ്രോസസ്സർ. പിന്നെ ബാക്കി ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് ഡയറക്റ്റ് ആമസോണിൽ നിന്ന് അല്ലാതെ വേറൊരു സൈറ്റിൽ ഞാനിത് കണ്ടില്ല. പക്ഷേ ആമസോണിൽ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വില കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇത് സെല്ലർ വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു സെല്ലറാണ്. നമുക്ക് ഡയറക്റ്റ് സംസാരിച്ച് ഡയറക്റ്റ് വാങ്ങിക്കാം. നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ കാര്യമായിട്ട് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ആക്സസറീസ് ഒക്കെ വന്നിട്ടുണ്ട്. എക്സ്റ്റേണൽ മൈക്ക്, GPS മൊഡ്യൂൾ, പിന്നെ അതുപോലെ തന്നെ റിയർ ക്യാമറ ഔട്ടിൻ്റെ അതിൻ്റെ കേബിളും, പിന്നെ സബ് വൂഫേഴ്സിൻ്റെ ഒക്കെ കൊടുക്കേണ്ട കേബിളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചിരിക്കുന്നത് ഒരു അൾട്രാ HD ക്യാമറയാണ്. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം. പിന്നെ എൻ്റെ വണ്ടി മാരുതി സ്വിഫ്റ്റാണ്. അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഫ്രെയിം വാങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ഒരു അഡാപ്റ്റർ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ OEM USB പോർട്ട് ആക്ടിവേറ്റ് ചെയ്യാനുള്ളൊരു സംഭവമാണ്. സാധാരണ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ പറയും നമ്മുടെ OEM USB പോർട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, പകരം നമുക്ക് എക്സ്റ്റേണൽ 2 USB പോർട്ട് ഡാഷ്ബോർഡിൽ തരും, അതിൽ കണക്ട് ചെയ്യാമെന്ന്. പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്ക് സെല്ലർ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് OEM USB പോർട്ട് ആക്ടിവേറ്റ് ചെയ്യാം.